Dear students, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതായിരുന്നു നമ്മുടെ മോളിക്കുലാർ ബേസിസിൽ ട്രാൻസ്ക്രിപ്ഷൻ ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ട്രാൻസ്ക്രിപ്ഷന് നമ്മൾ സ്റ്റെപ്സ് പറഞ്ഞില്ല അല്ലേ. എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷന് നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, അതിൽ നിന്ന് എങ്ങനെ mRNA ഫോം ചെയ്യണു എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചു. ഒപ്പം തന്നെ എന്താണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റും ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എങ്ങനെയാ നടക്കുക, ഏതൊക്കെ സ്റ്റെപ്സിലാണ് ഈ പ്രോസസ്സ് നടക്കുക എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതായത് ട്രാൻസ്ക്രിപ്ഷന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്. അപ്പൊ നോക്കാം, നമുക്ക് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ഏതായിരുന്നു എൻസൈം? നമ്മുടെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അപ്പൊ ഈ എൻസൈംസിന് ശരിക്കും നമ്മുടെ എൻസൈം ഇതാണ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അപ്പൊ ഈ എൻസൈംസിന് ശരിക്കും ഒരു 5 സബ് ഫാക്ടർ ഉണ്ട്. there are 5 ഫാക്ടേഴ്സ് ഈ RNA പോളിമറേസ് എൻസൈംസിന് ഉണ്ട്. നമുക്ക് ഈ 5 ഫാക്ടർ ഒന്നും ആവശ്യമില്ല, 2 ഫാക്ടറാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഒരെണ്ണം ഫസ്റ്റ് ഫാക്ടറിനെ പറയുന്ന പേര് നമ്മൾ സിഗ്മ ഫാക്ടർ എന്ന് പറയും. ഫസ്റ്റ് ഫാക്ടർ സിഗ്മ ഫാക്ടർ ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് റോ ഫാക്ടർ എന്ന് പറയും. സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും, ഈ 2 ഫാക്ടേഴ്സ് ആണ് നമുക്ക് എന്തിനാ ആവശ്യമുള്ളത്? നമ്മുടെ ഇവിടെ ഈ ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമുള്ള 5 ഫാക്ടർ ഉണ്ട്, സിഗ്മയും റോയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവരാണ് നമ്മുടെ പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്യുന്ന പറയുന്നത്. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ഏതായിരുന്നു? പ്രൊമോട്ടർ ആണ്. ലാസ്റ്റ് പാർട്ട് എന്തായിരുന്നു? ടെർമിനേറ്റർ ആണ് അല്ലെ. അപ്പൊ പ്രൊമോട്ടറിൽ നമ്മുടെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്? സിഗ്മ ഫാക്ടർ. അപ്പൊ അറ്റാച്ച്മെന്റിനെ പറയുന്ന പേര് എന്താണ്? നമ്മുടെ സ്റ്റാർട്ടിങ് അല്ലേ. സ്റ്റാർട്ടിങ് എന്നുള്ളതിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇനീസിയേഷൻ. അവസാനിക്കുന്ന പ്രോസസ് എന്താണ്? ടെർമിനേഷൻ ആണ് അല്ലെ. അപ്പൊ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന, അവസാനിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എൻഡ് ചെയ്യുക, അതിനാണ് നമ്മൾ ടെർമിനേഷൻ. അപ്പോൾ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് റോ ഫാക്ടർ. അപ്പൊ നമുക്കിവിടെ കീ എൻസൈം ഫോർ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കണ്ടേ? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് ആണ്. കാരണം എന്താ ഫോം ചെയ്യണത്? ഇവിടെ RNA ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ എന്ത് കൊടുക്കുക? RNA പോളിമറേസ്. എവിടെ നിന്നാണ് ഫോം ചെയ്യണേ? നമുക്ക് DNA. അപ്പൊ എന്ത് കൊടുക്കണം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അതിൽ ഫസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള സിഗ്മയും ദ ലാസ്റ്റ് ദാറ്റ് ഈസ് ദ 5th ഫാക്ടർ ആയിട്ടുള്ള റോ ഫാക്ടറുമാണ് എന്തിന് എസെൻഷ്യൽ ആയിട്ടുള്ളത്? ട്രാൻസ്ക്രിപ്ഷന് എസെൻഷ്യൽ ആയിട്ടുള്ള. അപ്പൊ നമ്മൾ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടിട്ടുണ്ടാവും, ഇനീസിയേഷൻ എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീസിയേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഇലോങ്ങേഷൻ ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് ടെർമിനേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. അപ്പൊ വേർഡ് കേട്ടാൽ തന്നെ അറിയാം, ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ എന്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യാം? നമ്മുടെ എൻസൈം. ഏത് എൻസൈം? നമ്മുടെ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യുവാണ്? നമ്മുടെ DNA സ്ട്രാൻഡിൽ ബൈൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു DNA സ്ട്രാൻഡ് എങ്ങനെയാണ്? നമ്മുടെ ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. ഡബിൾ സ്ട്രാൻഡ് DNAയിൽ എന്താ പ്രത്യേകത? നമ്മൾ ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഭാഗം മാത്രം, ഇവിടെയാണ് നമ്മുടെ DNA സ്ട്രാൻഡ്. ഈ സ്ട്രാൻഡിൽ നമ്മുടെ എന്ത് ചെയ്യും? RNA പോളിമറേസ് എൻസൈം വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തതിനോടുകൂടി എന്ത് ചെയ്യും? പതുക്കെ ഈ ഭാഗത്ത് DNA സ്ട്രാൻഡ് ഇങ്ങനെ അൺവൈൻഡ് ചെയ്യാൻ തുടങ്ങും. അൺവൈൻഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇത്രയും ഭാഗത്ത് അൺവൈൻഡ് ചെയ്ത് നിൽക്കും, പക്ഷെ ബാക്കിയുള്ള ഭാഗത്ത് എങ്ങനെയാണ്? കോയിൽ ചെയ്ത് നിൽക്കും. അതുകൊണ്ടാണ് ഈ ഡയഗ്രാം ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മുടെ ഇനീസിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ്? നമ്മുടെ RNA പോളിമറേസ് എൻസൈം, RNA പോളിമറേസ് എൻസൈം എവിടെ അറ്റാച്ച് ചെയ്തു? പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തു. RNA പോളിമറേസ് എൻസൈം എവിടെ അറ്റാച്ച് ചെയ്തു? പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തു. പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഫാക്ടറിനെ പറയുന്ന പേരാണ് എന്ത്? സിഗ്മ ഫാക്ടർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? RNA പോളിമറേസ് എൻസൈം അറ്റാച്ച്ഡ് ഓൺ പ്രൊമോട്ടർ വിത്ത് ഏത് ഫാക്ടറാണ്? വിത്ത് സിഗ്മ ഫാക്ടർ. അപ്പൊ ഈ സിഗ്മ ഫാക്ടറിന്റെ ഹെൽപ്പോടുകൂടി നമ്മുടെ എൻസൈം എവിടെ അറ്റാച്ച് ചെയ്തു? പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രോസസ്സ് അവിടെ നടന്നു? നമ്മുടെ mRNAയുടെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. mRNAയുടെ സിന്തസിസ് സ്റ്റാർട്ട്. അപ്പൊ mRNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? ഇവിടെ നമുക്ക് ഏത് പ്രോസസ്സ് പറയാം? ഇനീസിയേഷൻ. അപ്പൊ ഇനീസിയേഷൻ എന്തൊക്കെയാണ് നടന്നേ?
രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒരെണ്ണം നമ്മുടെ mRNA പോളിമറൈസ് എൻസൈം പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തു, ദെൻ പതുക്കെ എന്ത് ചെയ്തു, DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്തു. ലോക്കൽ അൺവൈൻഡിങ് ആണ്, കാരണം എന്താ, ഫുള്ളി അൺവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കോയിലിംഗ് നടക്കും. ലോക്കൽ അൺവൈൻഡിങ് നടന്ന് നെക്സ്റ്റ് എന്ത് ചെയ്തു, അവിടെ നിന്ന് mRNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഇനീസിയേഷൻ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ RNA പോളിമറൈസ് എൻസൈം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇലോങ്ങേഷൻ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്തു, സെന്ററിലേക്ക് എത്തി. അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഈ ഡബിൾ സ്റ്റാൻഡ് DNA, ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ കൂടെ നമ്മുടെ RNA പോളിമറൈസ് എൻസൈം എന്ത് ചെയ്തു, നേരെ മൂവ് ചെയ്യുവാണ്. മൂവ് ചെയ്യണ എവിടേക്കാണ്, അവസാന ടെർമിനേഷൻ വരെ എത്തണം. അപ്പോൾ ഈ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്, നമ്മുടെ RNA പോളിമറൈസ് എൻസൈം മൂവ് along ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഏതിലാണ്, സ്ട്രക്ചറൽ ജീൻസിൽ കൂടെ മൂവ് ചെയ്യുവാണ്. സ്ട്രക്ചർ ജീൻസിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ഏത് പ്രോസസ് നടക്കും, അവിടെ നമ്മുടെ mRNA സിന്തസിസ് കണ്ടിന്യൂ ചെയ്യും. mRNA സിന്തസിസ് കണ്ടിന്യൂ. അപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നതിന്, ഇലോങ്ങേഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം അറ്റാച്ച് ചെയ്തു, ദെൻ ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ നടന്ന എന്താണ്, നമ്മുടെ ഈ RNA പോളിമറൈസ് എൻസൈം മൂവ് ചെയ്ത് അവസാനം എവിടെ എത്തും, ദ ലാസ്റ്റ് പൊസിഷൻ. ഏതാണ് ലാസ്റ്റ് പൊസിഷൻ, ടെർമിനേറ്ററിൽ എത്തും. ടെർമിനേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, പിന്നെ അവിടെ mRNA സിന്തസിസ് ഇല്ല. അപ്പൊ mRNA സിന്തസിസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മുടെ mRNA സിന്തസിസ് അവിടെ കംപ്ലീറ്റ് ആയി എന്നർത്ഥം. കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് എന്താണ് ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്, RNA പോളിമറൈസ് എൻസൈം എവിടെ എത്തി, റീച്ച് അറ്റ് ടെർമിനേറ്റർ. അപ്പൊ ഈ ടെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നമ്മൾ എൻസൈംസിന്റെ ഏത് ഫാക്ടറാണ്, ദാറ്റ് ഈസ് കോൾഡ് റോ ഫാക്ടർ എന്ന് പറയും. അപ്പൊ നമ്മുടെ RNA പോളിമറൈസ് എൻസൈം ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് നടന്നു, നമ്മുടെ mRNA സിന്തസിസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസ് എൻസൈം പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തു, നേരെ എന്ത് നടന്നു, mRNA സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇലോങ്ങേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, RNA പോളിമറൈസ് എൻസൈം നേരെ മൂവ് ചെയ്യുവാണ്. മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം എന്ത് ചെയ്തു, mRNA സിന്തസിസ് കണ്ടിന്യൂ ചെയ്തു. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവസാന പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ mRNA സിന്തസിസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ mRNA നേരെ നമ്മുടെ RNA എന്ന് കൊടുക്കണം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, mRNA ആണ്. mRNA നേരെ ഇവിടുന്ന് സെപ്പറേറ്റ് ചെയ്തു വന്നു. ഇതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പ്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ mRNA എവിടുന്ന് ഫോം ചെയ്യുവാണ്, DNA എന്ന് ഫോം ചെയ്തു. അപ്പൊ DNA mRNA ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇപ്പൊ ഇതാണ് നമ്മുടെ mRNA എന്നുണ്ടെങ്കിൽ, ഇതാണ് mRNA ഏതിന്ന് ഫോം ചെയ്ത്, നമ്മുടെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്ന് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്ന് എന്ത് ചെയ്തു, mRNA ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഈ mRNAയുടെ ഇൻഫോർമേഷൻ അനുസരിച്ച് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ mRNAയുടെ സിന്തസിസ് നമ്മുടെ പ്രൊകാരിയോട്സിലും യൂക്യാരിയോട്സിലും ഡിഫറൻ്റ് ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി കുറച്ച് ഡിഫറൻസ് നമ്മൾ പോളിസിസ്ട്രോണും മോണോസിസ്ട്രോണും പറഞ്ഞു. എന്നാലും ഇവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊകാരിയോട്സിൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്റ്റെപ്പിൽ നമുക്ക് അവസാനിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വരുവാണ്, എക്സ്പ്ലെയിൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊകാരിയോട്സ് എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി, ഈ 3 സ്റ്റെപ്സിൽ അവസാനിപ്പിക്കാം. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രൊകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് സ്റ്റെപ്പ്, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അതേസമയം നമ്മളോട് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടിയും പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരിയോട്സ്. അപ്പോൾ പ്രൊകാരിയോട്സിൽ നമുക്ക് അത്രയെങ്കിലും അവസാനിപ്പിക്കാം. അതേസമയം യൂക്യാരിയോട്സിൽ വരുമ്പോൾ എന്താണ്, രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ 2 അഡീഷണൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ യൂക്യാരിയോട്സിൽ 3 എൻസൈംസ്, നമ്മൾ ശരിക്കും പറഞ്ഞ എൻസൈം ഏതാണ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ് എൻസൈം അല്ലെ. ഈ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് യൂക്യാരിയോട്സിൽ എന്ത് വേണം, 3 ടൈപ്സ് വേണം. 3 ടൈപ്സ് ഓഫ് എൻസൈംസ് വേണം. എവിടെയാണ്, യൂക്യാരിയോട്സിൽ.
അതേസമയം പ്രോക്യാരിയോട്സിലാണെങ്കിൽ എന്താ പ്രത്യേകത? ഒറ്റൊരു എൻസൈം മതി. പ്രോക്യാരിയോട്സിലാണെങ്കിൽ ഓൺലി 1 ടൈപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് RNA പോളിമറൈസ് വേണം. അത് 1, 2, 3. ഇതാണ് 3 എൻസൈംസ്. പിന്നെ വേറെ എന്താണ്? നമ്മുടെ പ്രോക്യാരിയോട്സിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള mRNA എന്താണ്? ഫങ്ഷണലാണ്. പ്രോക്യാരിയോട്സിൽ ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള mRNA എന്താണ്? ഫങ്ഷണൽ ആണ്. അതായത് mRNA റെഡി ആണെന്ന് അർത്ഥം. എന്തിന്? പ്രോട്ടീൻ സിന്തസിസിന്. ഫങ്ഷണലാണ്. അതേസമയം യൂക്യാരിയോട്സിലാണെങ്കിൽ ഈ ഫോം ചെയ്ത mRNA എന്തല്ല? ഫുള്ളി ഫങ്ഷണൽ അല്ല. അപ്പൊ നമുക്ക് യൂക്യാരിയോട്സിൽ നമ്മൾ ഈ ഫോം ചെയ്ത RNA പറയുന്ന പേര് mRNA എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി mRNA അല്ല, അതിനെ പറയുന്ന പേര് hnRNA എന്നാ പറയും. hnRNA. ഇപ്പൊ hnRNA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇതാണ്, ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA എന്ന് പറയും. ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA. അപ്പൊ നമുക്കിവിടെ mRNA എന്ന് പറയുന്നു, ശരിയാണ്, ഇത് mRNA തന്നെയാണ്. പക്ഷെ ഫുള്ളി ഫങ്ഷണൽ അല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ എന്താ പറയുന്നത്? hnRNA എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ hnRNA എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും? കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും, നോൺ കോഡിംഗ് സീക്വൻസ് ഉണ്ടാവും. ജസ്റ്റ് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞെന്നായിരുന്നു കോഡിംഗ് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എക്സോൺസ്. എന്താ കോഡിംഗ് സീക്വൻസ്? ആരാണോ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നത് അവരെന്ത് പറയും? എക്സോൺസ് എന്ന് പറയും. ആരാണോ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാത്തത് അവരെ പറയുന്ന പേരാണ് ഇൻട്രോൺസ്. അപ്പൊ എന്താണ്? നമുക്ക് ആവശ്യം ആര് മാത്രമേ ഉള്ളൂ? എക്സോൺസ് മാത്രമേ ഉള്ളൂ. ഇതിന് ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസ് ജോയിൻ ചെയ്താലാണ് എന്തുള്ളൂ? hnRNA ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് മാറുള്ളൂ. ആ പ്രോസസ്സും കൂടിയും ഇവിടെ നടക്കാനുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും നമ്മുടെ ഡിഫറൻസ് എന്തായിരുന്നു? പ്രോക്യാരിയോട്സിൽ എത്ര വേണം? ആകെ ഒറ്റൊരു എൻസൈം മതി. ഏതാണ്? RNA പോളിമറൈസ് മാത്രം മതി. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം യൂക്യാരിയോട്സിലാണെങ്കിൽ നമുക്ക് എന്ത് വേണം? 3 എൻസൈംസ് വേണം. ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം. വേറൊരു ഡിഫറൻസ് എന്താണ്? പ്രോക്യാരിയോട്സിൽ ഫോം ചെയ്തിട്ടുള്ള RNA എന്താണ്? ഫുള്ളി ഫങ്ഷണൽ ആണ്, mRNA ആണ്. അത് പിന്നെ എന്ത് ചെയ്യുക? നേരെ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാം. പക്ഷേ യൂക്യാരിയോട്സിൽ എന്താണ്? ഫോം ചെയ്തിട്ടുള്ള RNA ഫുള്ളി ഫങ്ഷണൽ അല്ല. അതിനെന്താ പറയുന്നത്? hnRNA എന്നേ പറയുള്ളൂ. അതിന് കുറച്ച് സ്റ്റെപ്സും കൂടി കഴിഞ്ഞാലാണ് അതെന്തായിട്ട് മാറുള്ളൂ? ഫുള്ളി ഫങ്ഷണൽ ആയിട്ട് മാറുള്ളൂ. അതിനെയാണ് നമ്മൾ പറയുന്ന അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള RNA എന്താ പറയുന്നത്? hnRNA, ഹെട്രോജീനിയസ് ന്യൂക്ലിയർ RNA എന്ന് പറയും. അപ്പൊ നമുക്ക് ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഒന്ന് നോക്കാം. ഏതാണ്? 3 എൻസൈംസ് വേണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 എൻസൈംസ്? RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, then RNA പോളിമറൈസ് 3. ഈ 3 എൻസൈംസ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇത് നമുക്ക് 3 ടൈപ്പ് RNAs ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 3 ടൈപ്പ് RNAs? നമ്മുടെ rRNA, mRNA and tRNA. There are 3 types of RNA. അപ്പൊ നമുക്ക് യൂക്യാരിയോട്സിൽ എന്ത് ചെയ്യണം? ഈ 3 ടൈപ്പ് RNA ഫോം ചെയ്യാനുണ്ട്. അപ്പൊ എന്താണ്? rRNA ഫോം ചെയ്യണം, mRNA ഫോം ചെയ്യണം, tRNA ഫോം ചെയ്യണം. അപ്പൊ അതിന് ഓരോ RNA ഫോം ചെയ്യാനും ഓരോ ടൈപ്പ് എൻസൈംസ് ആണ്. ഇപ്പൊ നോക്കിയേ, rRNA ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? നമ്മുടെ RNA പോളിമറൈസ് 1. ഫുൾ നെയിം പറയുവാണെങ്കിൽ എന്ത് കൊടുക്കാം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 1. ഇതൊക്കെ അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇനി mRNA സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? 2 ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എന്താണ്? ട്രാൻസ്ക്രിപ്ഷന്റെ എൻസൈം ചോദിച്ചാൽ എന്ത് പറയണം? DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 2 എന്ന് കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഫുൾ നെയിം, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് 2. ഇനി ഈ RNA എന്തായിരിക്കും? tRNA എന്തിനായിരിക്കും? ദാറ്റ് ഈസ് മെയിൻലി എന്തിനായിരിക്കും? ഇത് നമ്മൾ tRNA ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ RNA പോളിമറൈസ് 3. അതായത് ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു വേറെ ടൈപ്പ് ഒരു RNA ഉണ്ട്, 5s rRNA എന്ന് പറയും. അതുപോലെ തന്നെ സ്മോൾ ന്യൂക്ലിയർ RNA, അതിൻ്റെയൊക്കെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ RNA പോളിമറൈസ് 3 ആണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള എൻസൈമിന്റെ പേരാണ് എന്ത്? നമ്മുടെ ഏത് എൻസൈം എന്ന് പറയണം? RNA. നമ്മുടെ mRNA ആണ് നമ്മളിവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പൊ mRNA ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്താണ്? RNA പോളിമറൈസ് 2. അപ്പൊ ഇവിടെ
ഇതാണ് നമ്മൾ യൂക്യാരിയോട്സിൽ ഒരു ഡിഫറൻസ് പറഞ്ഞു. ഇനി നമുക്ക് ഒരു ഡിഫറൻസും കൂടിയും പറഞ്ഞു. എന്തായിരുന്നു? കുറച്ച് പ്രോസസ്സ്, അതായത് നമ്മുടെ യൂക്യാരിയോട്സിൽ ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള RNA എന്താണ്? ഫുള്ളി ഫങ്ഷണൽ അല്ല. അതിനെ പറയുന്ന പേരാണ് HNRNA എന്ന് പറയും. ഈ HNRNA എന്തായിട്ട് മാറണം? ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള RNA ആയിട്ട് മാറണം, അതായത് mRNA ആയിട്ട് മാറണം. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? അതിനെ പറയുന്ന പേരാണ് പ്രോസസ്സിംഗ് ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്. എന്താ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്? HNRNA എന്തായിട്ട് മാറുവാണ്? mRNA ആയിട്ട് വരിക. 3 പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? HNRNA mRNA ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് പ്രോസസ് ആണ് എന്ത്? സ്പ്ലൈസിംഗ് എന്ന് പറയും. സ്പ്ലൈസിംഗ് എന്താ? സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, HNRNAയിൽ എന്തുണ്ട്? എക്സോൺസ് ഉണ്ടാവും പ്ലസ് ഇൻട്രോൺസ്. ഇവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. എക്സോൺസ് ആണ് എന്ത് ചെയ്യുള്ളൂ? അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുള്ളൂ. ഇൻട്രോൺസ് നമുക്ക് ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇൻട്രോൺസിനെ നേരെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പൊ ഇൻട്രോൺസിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പ്ലൈസിങ്. അപ്പൊ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആണ്. റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് പിന്നെ ആരെ ജോയിൻ ചെയ്യണം? ജോയിനിങ് ഓഫ് എക്സോൺസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പ്ലൈസിംഗ് എന്ന് പറയും. അപ്പൊ ജോയിൻ ചെയ്യുന്ന എൻസൈം എന്തായിരിക്കും? ലിഗേസ് എൻസൈം ആണ്. നെക്സ്റ്റ് പ്രോസസ് ആണ് എന്ത്? ക്യാപ്പിംഗ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്യാപ്പ് വെച്ച് കൊടുക്കുക അല്ലെ. അപ്പൊ നമ്മുടെ mRNAയുടെ ക്യാപ്പ്, തലയുടെ ഭാഗം ഏതാണ്? 5' എൻഡ് ആണ്. അവിടെ എന്ത് ചെയ്യുവാണ്? നമ്മൾ ഗ്വാനോസിൻ അല്ലെങ്കിൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ത് ചെയ്യുവാണ്? ഈ ഹെഡ് പോർഷനിൽ ആഡ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് മെഥൈലേസേഷൻ എന്ന് പറയും. അഡീഷനെ പറയുന്ന പേരാണ് മെഥൈലേഷൻ. മെഥൈലേഷൻ ഓഫ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതാണ് ഇവിടെ 3 ഫോസ്ഫേറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് പ്രോസസ് ആണ് നമുക്ക് എന്ത്? ടെയിലിംഗ്. ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ അഡ്നിൻ നൈട്രജൻ ബേസ് അല്ലെങ്കിൽ പോളി അഡ്നിലേഷൻ എന്ന് പറയും. പോളി അഡ്നിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു 200 to 300 അഡ്നിൻ ന്യൂക്ലിയോടൈഡ്സ് എവിടെ ആഡ് ചെയ്യുകയാണ്? ഇതേതാ? ടെയില് ഈ ഭാഗം അല്ലെ. ഈ ഭാഗത്ത് എന്ത് ചെയ്യുവാണ്? നമ്മുടെ അഡ്നിൻ നൈട്രജൻ ബേസ് ഇവിടെ വന്ന് ആഡ് ചെയ്യാം. ഈ 2 പ്രോസസ്സും കഴിഞ്ഞ് എന്തായി? ക്യാപ്പിംഗ് കഴിഞ്ഞു, ടെയിലിംഗ് കഴിഞ്ഞു, സ്പ്ലൈസിംഗ്. ഈ 3 പ്രോസസ്സും കൂടി കഴിഞ്ഞാലാണ് എന്തായി മാറുള്ളൂ? HNRNA mRNA ആയിട്ട് മാറും. അപ്പൊ ഏതൊക്കെയാ പ്രോസസ്സ്? 1 ഈസ് സ്പ്ലൈസിംഗ്. എന്താ സ്പ്ലൈസിംഗ്? ഈ ആവശ്യമില്ലാത്ത സെഗ്മെന്റ്സ് ഇപ്പൊ നോക്കി, ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഇൻട്രോൺസ്. കണ്ട ഈ റെഡ് കളറിൽ ഇൻട്രോൺസ് ആണ്. ഇതൊന്നും വേണ്ട. അപ്പൊ ഈ റെഡ് കളറൊക്കെ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഈ എക്സോൺസിനെ തമ്മിൽ DNA ലിഗേസ് വെച്ച് ജോയിൻ ചെയ്യും. അപ്പൊ എന്താണ്? കണ്ടോ, ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഈ റെഡ് കളറിലുള്ള സീക്വൻസ് ഇല്ല. എന്താ റെഡ് കളറ്? ഇൻട്രോൺസ് ഇല്ല, എക്സോൺസ് മാത്രം ജോയിൻ ചെയ്യും. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ക്യാപ്പിങ്ങും ടെയിലിംഗ്. ക്യാപ്പിംഗ് എന്താണ്? 5' എൻഡിൽ ആര് വരും? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യും. ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോളി അഡ്നിലേഷൻ. ഇത് 200 to 300 അഡ്നിൻ നൈട്രജൻ ബേസുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സുകൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഈ പ്രോസസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ HNRNA എന്തായിട്ട് മാറി? ഈ HNRNA നേരെ എന്തായിട്ട് മാറി? ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള mRNA ആയിട്ട് മാറി. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ച്, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ച്. പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആഫ്റ്റർ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ്. പക്ഷെ പ്രോക്യാരിയോട്സിൽ പറയുമ്പോൾ നമ്മൾ എന്താണ്? ഈ പ്രോസസ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട. യൂക്യാരിയോട്സിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ സ്റ്റെപ്സും ഇവിടെ തുടങ്ങണം. നമ്മുടെ ഇനീസിയേഷൻ, ഇലോങ്ങിയേഷൻ, ടെർമിനേഷൻ കഴിഞ്ഞിട്ട് എന്തും കൂടിയും കൊടുക്കണം? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസും കൂടിയും കൊടുക്കണം. എന്നാലാണ് ഇവിടെ എന്ത് നടക്കുള്ളൂ? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ നോക്കിക്കേ, എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് എന്താണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പ് അല്ലെ? എന്തൊക്കെയായിരുന്നു ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ അല്ലെ. ആ 3 സ്റ്റെപ്പും നമുക്ക് എന്താണ്? പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും എന്താണ്? കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്സ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? പ്രോക്യാരിയോട്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നിർത്തുക. പ്രോക്യാരിയോട്സിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 3 സ്റ്റെപ്പിൽ നിർത്തണം. ഏതാണ്? ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ 3 സ്റ്റെപ്പ്, 3 സ്റ്റെപ്സിൽ പ്രോക്യാരിയോട്സിൽ കഴിഞ്ഞു. പക്ഷെ യൂക്യാരിയോട്സിലാണെങ്കിൽ എന്ത് കൊടുക്കണം? ഈ 3 സ്റ്റെപ്പിന്റെ ഒപ്പം
ഏതാണ് 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഈ 3 സ്റ്റെപ്സിന്റെ കൂടെ എന്തും കൂടിയും കൊടുക്കണം? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസും കൂടിയും കൊടുക്കണം. എന്താ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്? ഇത് ഇനീസിയേഷൻ 3 സ്റ്റെപ്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഈ 3 സ്റ്റെപ്പാണ് എന്ത് പറയുന്നത്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പ്. ഇതിന്റെ കൂടെ എന്തും കൂടി ചേർക്കണം? ഇവിടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസ്. എന്താണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസിൽ? 3 ടൈപ്പാണ് നമ്മൾ കൊടുത്തത്. ഏതൊക്കെയാണ്? ഒരെണ്ണം സ്പ്ലൈസിങ്, then capping, tailing. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടൈലിംഗ്. അപ്പൊ പ്രോക്യാരിയോട്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വരെ നിർത്താം. എന്ത് ചെയ്തു? പ്രോക്യാരിയോട്സിൽ ഇവിടെ DNA ഫോം ചെയ്ത RNA എന്താണ്? ഫുള്ളി ഫങ്ഷണൽ mRNA ആണ്. പക്ഷേ ഇവിടെ യുക്കാരിയോട്സിൽ ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോൾ ഫോം ചെയ്തത് എന്തായിരുന്നു? HNRNA ആണ്. ഈ HNRNA എന്ത് ചെയ്യാണ്? ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ചേഞ്ചസ് കഴിയുമ്പോഴാണ് ദാറ്റ് ബിക്കം എന്തായിട്ട് മാറിയത്? ഈ mRNA ആയിട്ട് മാറിയത്. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോക്യാരിയോട്ട്, യൂക്കാരിയോട്ട്. പ്രോക്യാരിയോട്സ് പറഞ്ഞാൽ ഇവിടെ നിർത്തിക്കോണം. യൂക്കാരിയോട്സ് പറഞ്ഞാൽ ഇതിന്റെ കൂടെ എന്തും കൂടിയും കൊടുക്കുക? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസും കൂടി കൊടുക്കുക. ഒപ്പം തന്നെ എന്താണ്? നമ്മുടെ RNA പോളിമറൈസ് എൻസൈംസിന്റെ 3 ടൈപ്സ് ഏതൊക്കെയാണ്? 1, 2, 3. ഇവിടെ വരുന്ന എൻസൈം എന്താണ്? RNA പോളിമറൈസ് 2 ആണ്. പിന്നെ 1ഉം 3ഉം കൂടി ഉണ്ട്. ഇതിൽ യൂക്കാരിയോട്സിൽ. പക്ഷെ പ്രോക്യാരിയോട്സിൽ ആകെ ഒരു എൻസൈം മാത്രമേ ഉള്ളൂ. അതാണ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ മോളിക്കുലർ ബേസിൽ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ സ്റ്റെപ്സും പഠിച്ചു വെക്കുക, ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് വരയ്ക്കാൻ പഠിക്കുക, എൻസൈംസ് പഠിക്കുക, ഒപ്പം തന്നെ നമ്മുടെ എന്താണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ചേഞ്ചസും കൂടി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഓൾ ഓഫ് യു സ്റ്റഡി വെരി വെൽ ആൻഡ് താങ്ക് യു വെരി മച്ച്.